ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിലെ ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിൽ 10,000-കണക്കിന് വിശ്വാസികൾ അണിചേർന്ന മെഴുകുതിരി പ്രദക്ഷിണം നടന്നു. 1858 ഫെബ്രുവരി 11 ലൂർദിനടുത്തുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലെ വിള്ളലിലാണ് പരിശുദ്ധ കന്യകാമറിയ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. വിശുദ്ധ ബെർണഡറ്റയ്ക്കാണ് ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിച്ചത്. 18 തവണ ബെർണഡറ്റയ്ക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1907 10 പിയൂസ് പാപ്പയാണ് ലൂർദിലെ മറിയത്തിന്റെ ആദ്യ ദർശനത്തിന്റെ തിരുനാൾ ആഗോള സഭയിൽ ആചരിക്കാൻ നിർദ്ദേശിച്ചത്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ശാസ്ത്രത്തിന് ഇതുവരെയും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിവർഷം 30 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ലൂർദ് സന്ദർശിക്കുന്നത്. അമേരിക്കയിലെ കാൻസസിൽ വിശുദ്ധ പാദ്രെ പിയോയുടെ ചാപ്പൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. വിശുദ്ധ പാദ്രെ പിയോയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സെന്റ് പിയോ ഫൗണ്ടേഷനാണ് പുതിയ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ചാപ്പലിൽ വിശുദ്ധന്റെ പഞ്ചക്ഷതത്തിന്റെ മുറിവ് വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന തുണിയുടെ ഭാഗം തിരുശേഷിപ്പായി പ്രതിഷ്ഠിക്കും. സലീന രൂപത ബിഷപ്പ് ജെറാൾഡ് വിൻഗയുടെ കാർമ്മികത്വത്തിൽ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പുണ്യങ്ങൾ പൂക്കുന്ന വലിയ നോമ്പിലേക്ക് ക്രൈസ്തവർ പ്രവേശിക്കുന്ന വിഭൂതി തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. ദൈവോന്മുഖമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനും ജീവിക്കാനും ഉതകുന്നതാകണം നോമ്പാചരണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങളിൽ വചന സന്ദേശം നൽകുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. നോമ്പുകാലത്തിന്റെ ആദ്യ ഞായറിന് പിറ്റേ ദിവസമാണ് സീറോ മലബാർ, സീറോ മലങ്കര സഭ അടക്കമുള്ള പൗരസ്ത്യ സഭകൾ വിഭൂതി തിരുനാൾ ആചരിക്കുന്നത്. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റേതുമായ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുമാണ് വിഭൂതിയുടെ തുടക്കം. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാൻ മോൺസിഞ്ഞോർ ജസ്റ്റിൻ മടത്തിപ്പറമ്പലിന്റെ മെത്രാഭിഷേകം കോട്ടയം വിമലഗിരി കത്തീഡ്രലിൽ നടന്നു. ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ വചനപ്രഘോഷണം നടത്തി. പൊതുസമ്മേളനത്തിൽ കർദിനാൾമാർ ബെസോലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബ, കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.